അത് എന്താണ് പുതിയ 2.0 പഴയ അപ്ഡേറ്റഡ് വേർഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഞങ്ങളൊന്നും ഇതിന് ഇടപെടേണ്ട ആവശ്യമില്ല. മീനു വിളിച്ചോ? മീനു അത് ഭയങ്കര എനിക്ക് പറ്റുന്നില്ല. മീനാക്ഷി വിളിച്ചോ? അത് ലോങ് ആയതുകൊണ്ടാണ്. ചേച്ചിന്ന് വിളിച്ചൂടെ? വേണ്ട, എന്നെ ചേച്ചി വിളിക്കണ്ട. പ്രായം ചേച്ചി. മീനാക്ഷി ചേച്ചി. That's too long. അപ്പൊ അപ്ഡേഷനെ പറ്റി പറയും. പുതിയ ഫീച്ചേഴ്സ് അല്ല അല്ല ധ്യാൻ ചേട്ടന്റെ അപ്ഡേറ്റിനെ പറ്റിട്ട് സിജുചേട്ടൻ പറഞ്ഞു. കാരണം ഒരാൾക്ക് ഒരാളെ പറ്റി തരും. ഇപ്പൊ എനിക്ക് തന്നെ പറയാൻ പറ്റുമോ ഞാൻ നല്ല ആംഗിളാണ്, ഞാൻ അങ്ങനെയാണ്. അല്ല, പടം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡയറക്ടേഴ്സിനും കണ്ട ആൾക്കാർക്കൊക്കെ തോന്നിയെന്നു എന്റെ ഒരു പുതിയൊരു വേർഷൻ ആയിട്ട് ആണ്. ചോദ്യം. അപ്പൊ അടുത്ത കലാചോദ്യമാണ്. അത് വേറെ വരുന്നുണ്ട്. അതെ, അപ്പൊ ടീസർ കണ്ടപ്പോ ടീസർ റിവോൾവ്സ് മെയിൻലി 3 പേരുകൾ: ഉജ്ജ്വലൻ, ശംഭു മഹാദേവൻ, പിന്നെ കോക്കാച്ചി. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാ താഴെ കണ്ടങ്ങനെ തോന്നുന്നു പാവൻ ഇബ്രാസ്. അപ്പൊ എന്താ ഇതിനകത്ത് കോക്കാച്ചിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇബ്രാസ് ആണോ കോക്കാച്ചി? ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. പക്ഷെ സിനിമയുടെ ടീസർ കണ്ടിട്ട് ഒരു ഹ്യൂമർ ത്രില്ലറായി തോന്നിയത് കൊണ്ട് സസ്പെൻസിൽ പോലീസ് ആകാം വില്ലൻ പറയാൻ പറ്റില്ല. എന്നിലെ കലാകാരി അങ്ങനെ കടന്നൊക്കെ ചിന്തിക്കും ഞാൻ ചേട്ടാ. ഏത് കലയാന്ന് കൂടെ പറ. ക്രിയേറ്റിവിറ്റി. കലയ്ക്ക് ജാതിയില്ല മതമില്ല പേരില ഒന്നുമില്ല. കൂടിയ സാധനമാണെന്ന് ഇപ്പൊ നാട്ടിലൊക്കെ സീൻ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കൂടിയ സാധനം ഒന്നും പറയുന്നത് ഒരു പാവമാണ്. കിട്ടുന്നില്ല. ഞാൻ ഒളിവില്ല ഇന്റർവ്യൂ എടുക്കാൻ പോകും. അടുത്തത് വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. അതില് ധ്യാൻ ചേട്ടാ ഒരു ഹെഡ്ഫോൺസ് പോലത്തെ സാധനം കൊക്കാച്ചിന്ന് പറഞ്ഞ തമാശ പറഞ്ഞേട്ടോ. നമ്മള് വെറുതെ തമാശ കേട്ടോ. കാരണം അടുത്ത ഇന്റർവ്യൂവിൽ എനിവേ എനിക്ക് അറിയേണ്ടത് ധ്യാൻ ചേട്ടൻ വെച്ചിരിക്കുന്ന ആ ഒരു ഹെഡ്ഫോൺസിനെ പറ്റിയിട്ടാണ്. അതിൽ ഒരു ചെവി ധ്യാൻ ചേട്ടനിലും മറ്റേ ചെവി കോക്കാച്ചിയിലും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഹെഡ്ഫോൺ കേൾക്കുന്ന അതെന്താ എക്യുപ്മെന്റ് എന്താ ധ്യാൻ ചേട്ടാ? പറയാൻ പറ്റില്ല. ആ ചെവിയിൽ വെച്ചിരിക്കുന്ന പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അവരായിരിക്കാം ചിലപ്പോ കോക്കാച്ചി എന്നുള്ളത്. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് കോക്കാച്ചി. ഓ, അതെങ്ങനെ നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ അത് സോൾവ് നമുക്ക് ഉജ്ജ്വലിനെ വിളിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഉജ്ജ്വലൻ കോക്കാച്ചി ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും ആ ഹെഡ്ഫോൺസ് എന്തുവാ അതല്ല വെച്ചിരിക്കുന്ന എന്താ ബ്രാൻഡ് ഒന്നല്ല. അത് ഹെഡ്ഫോൺ ആണ്. എന്തോ ഒരു സാധനം ഒരു ചെവിയിലുണ്ട്, മറ്റേ ചെവിയിൽ കോക്കാച്ചി. പോയിട്ടുണ്ടോ ഊട്ടിയില്? എന്താ ചേച്ചിന്ന് വിളിച്ചപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ. അപ്പൊ എന്തായാലും ഉജ്ജ്വലിനെ പറ്റിട്ട് നമ്മൾ ഭയങ്കര കലാപരമായ ചോദ്യങ്ങൾ. എന്തായാലും 2 കലാപരമായ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ ശംഭു മഹാദേവയിലേക്ക് പോകട്ടെ. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് സിജുചേട്ടൻ പറഞ്ഞത്. യു ലുക്ക് വെരി ഫിറ്റ് ആൻഡ് ഇൻടാക്ട് ആ ഒരു ക്യാരക്ടർ ആയിട്ട് കേട്ടോ. അത് പറയട്ടെ. അപ്പം വർക്ക്ഔട്ട് ഒക്കെ ഒബ്വിയസ്ലി ഉണ്ടാകും. ആസ് എൻ ആക്ടർ അതില് ഒരു തംസ് അപ്പ് നമ്മൾ തരുന്നു. ആസ് എൻ ഓഡിയൻ പറയൂ ശംഭു മഹാദേവെ പറ്റി.
പോലീസ് ഓഫീസറാണ്. നല്ല ബുദ്ധിയുള്ള പോലീസ് ഓഫീസർ അല്ലേ? ആ ഇത്രയും ഗതിയൊട്ട അസിസ്റ്റന്റ് പറയും ശംഭു സാറിന്റെ പേര്. രണ്ട് വെണ്ടന്മാരെ കൊണ്ട് നടക്കുക. വരുന്നത് ഒരു മഞ്ഞ വണ്ടിയിൽ. നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസർ എല്ലാവരും പറഞ്ഞു. ഞങ്ങള് തന്നെ ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടാത്തോണ്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ്. വരുന്നതാണ്. ആ. എന്നിട്ട് കൂട്ടിയിട്ട് കൂടി. അപ്പൊ അവസാനം ഉജ്ജ്വലൻ ആ കേസ് നമ്മൾ തെളിയിക്കുമോ? തന്നെ വേണ്ടി വരും വെള്ളം ഇതാക്കി കൊടുക്കുക. ഓ നിങ്ങൾ ഉജ്ജ്വലന്റെ ടീംസ് ആണ്. അതല്ലേ നമ്മളിങ്ങനെ ചേരി. ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റ മൈൻഡ് ഒറ്റ ടീം. അപ്പം നിങ്ങൾ ഇങ്ങനെ കുഡോസ് ടീമിന്റെ ആദ്യത്തെ സിനിമയാണ്. സോ ഞാൻ പൊതുവായി നിങ്ങളോട് കലാപരമായ ചോദ്യം വാങ്ങിക്കാൻ എന്തുകൊണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ? ധ്യാൻ ചേട്ടൻ. ഓഫ് കോഴ്സ് ധ്യാൻ ചേട്ടൻ. അവനെ തുടങ്ങിയത് ഞാൻ ചേട്ടാ പറയൂ. ഒന്നാമത്തെ നമ്മളെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നുള്ളൊരു പ്രൊഡക്ഷൻ. ഞാനേ അതിലോട്ടാ വന്ന അല്ല പിന്നെ സ്റ്റോറി കേട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ ടീച്ചർ ആയിരുന്നു ഇതിന്റെ പടത്തിന്റെ പ്രോമോ. അപ്പൊ അതും കണ്ടപ്പോ ഇതുവരെ പുള്ളിയുടെ പടത്തിലില്ലാത്തൊരു ക്വാളിറ്റി നമ്മൾ ആ ടീച്ചറിൽ അല്ല നമ്മൾ ആ ഇതില്ലേ നമുക്ക് ആ തോന്നാൻ അഭിനയിക്കാൻ ഞാനും കണ്ടു. അവൻ കണ്ടത് തന്നെ എനിക്ക് കണ്ടൂടെ ഒരു ക്വാളിറ്റി കണ്ടു. എനിക്കും തോന്നി അത് അങ്ങനെയല്ല. നല്ല അതിന് നല്ല അഡ്വാൻറ്റേജ് ആക്കി എടുക്കണം. നല്ല ടീച്ചർ ആയിരുന്നു. അതല്ല ഞാൻ പറഞ്ഞ സൂപ്പർ ടീച്ചർ. നല്ല അഭിപ്രായം. പിന്നെ നിങ്ങൾ പറയൂ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇവന്മാരിവിടെ വന്നത് കൂടെ വണ്ടി കയറിയിട്ട് വണ്ടി കയറി വന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഭയങ്കര നമ്മൾ പുറത്തുനിന്ന് കുറെ വർത്താനം ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരും. നീ പറയണം. നമ്മളിവിടെ അറിയാം. പറഞ്ഞ പോലെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തത്. അല്ല വേറെ സംസാരമൊന്നും ഇല്ല. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ കുറിച്ച് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്തുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം? അതെ അതെ എൻട്രി ഇട്ടില്ല നമുക്ക്. മലയാളികളൊക്കെ അല്ല കാത്തിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് അല്ല നമ്മൾ ഈ ഇൻസ്റ്റയില് വീഡിയോസ് ചെയ്തത് തന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ പറഞ്ഞിട്ട് വേണം തിരിച്ചു പറയാം. അത് വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസ് ചെയ്ത് തന്നെ സിനിമയിലോട്ട് കയറാനാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നല്ല ചാൻസ് വന്നപ്പോഴത്തേക്കും ഒബ്വിയസ് ആയിട്ടും കയറി. നല്ല സ്റ്റോറിയാണ്. പിന്നെ ധ്യാൻ ചേട്ടനാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററാണ്. ഒന്നും പറയാൻ പറ്റാതെ അതുകൊണ്ട് നമ്മള് അങ്ങനെ വന്നതാണ് സിനിമയിലേക്ക്. ഓക്കെ.